ആ മോളെ ആശാൻ വന്നല്ലോ. എന്നാ ഞാനങ്ങോട്ട്. നീ എവിടെ പോവാ? നീ എവിടെ നിൽക്കുക? മോളെ 2 ദിവസം കഴിഞ്ഞ് വിടാന്നല്ലോ ഡോക്ടർ പറഞ്ഞത്. അപ്പൊ നീ ഇവിടെ കാണണം. സാരമില്ല, അമ്മച്ചി ഇവിടെ ഉണ്ടല്ലോ. വീണപ്പോഴേ എടുത്തോണ്ട് ഓടാൻ ഈ ചെക്കനെ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ പോകാനോ? കാര്യം കഴിയുമ്പോ ഈ മൂട്ടിലെ പൊടി തട്ടിക്കളയുന്നതേ അവരടി വേണ്ട. കണ്ടോ അമ്മച്ചി, ഞാൻ അങ്ങനെ പറഞ്ഞതാണോ? അതവിടെ ഒരു ബുദ്ധിമുട്ടാകണ്ടെന്ന് വെച്ച് പറഞ്ഞതല്ലേ. അയ്യോ, അത് എവിടെ നിന്നൊന്ന് പറഞ്ഞേ. അവിടെ. ഓ, അവിടെ. അപ്പൊ അങ്ങനെയായല്ലേ. അവനൊരു സൽപ്പേരുണ്ട്, അത് നിനക്കറിയാമോ? സൽപ്പേരോ? എനിക്കോ? സൽപ്പേര് രാമൻകുട്ടി. ശരൺ 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 അല്ലേ? എന്തായിരുന്നു പ്രകടനം! ഹോ, സത്യം പറഞ്ഞ എൻ്റെ രോമകൂപങ്ങളൊക്കെ വഴി പോലെ അങ്ങ് എഴുന്നേറ്റ് പോയി. മത്തുവേവിയുടെ ശൗര്യമൊക്കെ പൊത്തിപ്പോയി വിളിച്ചു. വർക്ക്ഷോപ്പിൽ ഒരാള് പറഞ്ഞത് ദേ ഇപ്പോഴാ. എൻ്റെ പൊന്നുമോനെ. അത് പോട്ടെ, ആ കവറിലെ മുന്തിരി ആപ്പിളും ഉണ്ട്, എടുത്ത് തിന്നല്ലേ. അതിനകത്ത് പൈൻ്റെ വിലയിരിപ്പുണ്ടെങ്കിൽ എന്നെ ഇങ്ങനെ ഏൽപ്പിക്കണം. അല്ലാതെ തന്നെ ഇരുന്ന് അടിച്ച് പൂസാകരുത്. ഞാൻ വരട്ടെ എന്നാ. ആശാനെ, ഓ എന്നാ? ഉടുക്കാനുള്ളതൊന്നും എനിക്ക് വിൽക്കുമില്ല. ശരൺ ഇവിടെ നിപ്പുണ്ടല്ലോ. ഞാൻ പെട്ടെന്നൊന്ന് വീട്ടിൽ പോയിട്ട് വന്നാലോ? മോന് ബുദ്ധിമുട്ടൊന്നും ആവില്ലല്ലോ? എന്ത് ബുദ്ധിമുട്ടെന്നായി പറയുന്നേ? വർക്ക്ഷോപ്പിൽ മിട്ടുകൊണ്ട്, പിന്നെ പപ്പന് പുറത്തിച്ചിട്ട് പണിയുണ്ടെങ്കിലും അവൻ ഇടയ്ക്കിടയ്ക്ക് വന്ന് നോക്കും. ഞാനും ഇപ്പൊ അങ്ങോട്ടല്ലേ പോന്നേ. നമുക്ക് ഒന്നിച്ചിറങ്ങാം. ശരണേ, മോളുടെ കാര്യം ഒന്ന് നോക്കണം. ശരി അച്ഛനെ. എന്നാ വാ മോളെ, എടുത്ത് കഴിച്ചോണം. ശരീരമൊക്കെ മൂക്കുറ്റി പോലെ വരട്ടെ. ഞാൻ പുറത്തു തന്നെ ഉണ്ടാവും. ഒന്ന് മയങ്ങിക്കോ, നല്ല വേദന ഉള്ളതല്ലേ. എൻ്റെ അപ്പച്ചൻ ചതിയനാണ്, സൂക്ഷിക്കണം. ഞങ്ങൾ കാരണം നിങ്ങളൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടേണ്ടി വരും. അതൊന്നും ഓർത്തില്ല, എന്നെ വിഷമിക്കണ്ട. ആ സാഹചര്യത്തിൽ പെട്ടെന്ന് പ്രതികരിക്കേണ്ടി വന്നു. ഇല്ലെങ്കിൽ തൻ്റെ അമ്മയെ അയാള്. എനിക്കും അമ്മച്ചിക്കും ഇപ്പം അതാ പേടി. ഞങ്ങൾക്ക് എന്ത് സംഭവിച്ചോട്ടെ, പക്ഷെ ഒന്നും അറിയാത്ത നിങ്ങൾ. ജീവനിൽ എനിക്ക് പേടിയില്ല കുട്ടി. എന്തെങ്കിലും ഒരു ദിവസം നമുക്ക് സംഭവിക്കും. ദൈവത്തിന് വിധി എന്താണെങ്കിലും അതേ നടക്കൂ. ലത, ഓപ്പ് ഇതിൻ്റെ അകത്ത് എന്നെ പണിയാനായിട്ടാ. മൂലവറ്റം പവർ ഹൗസ് കിടക്കുന്ന പോലെയാ കിടക്കുന്നത്. ജാമ്പുവാൻ്റെ കാലത്തെ വണ്ടി 3-4 പഴയ സ്പാൻഡർ തരും. എന്നിട്ട് റോട്ടിൽ കിടക്കുന്ന വണ്ടി പോയി പണിതോളാനാ പറയുന്നത്. എന്നെ ചെയ്യാനെ, ഞാൻ നല്ല പണിക്കാരനായി പോയി. ഞാനല്ല, വേറെ ആരും ആശാനില്ല. ആക്സിൽ ഒടിഞ്ഞ ഇനിയിപ്പം പിടിച്ചെന്ന് നോക്കാം. ചിലപ്പോൾ ശരിയായെങ്കിലോ? ശരിയാകത്തില്ല. മനുഷ്യനെ മനക്കെടുത്താനായിട്ട്. ഇതാരത്? എന്താ നീ ആയിരുന്നു. എടാ പോയി നടക്കില്ല കേട്ടോ. ഇതിന്റെ ആക്സിൽ ഒടിഞ്ഞ. നീ ആശാനെ വിളിച്ച് പറഞ്ഞാൽ അവിടെ ഒരു വണ്ടി കൊണ്ടുവന്ന് എന്നെ കെട്ടി വിളിച്ച് അങ്ങോട്ട് കൊണ്ടുപോകാൻ പറ. അല്ലാതെ എന്നെ കൊണ്ട് നടക്കില്ല. പപ്പയുടെ നമ്മുടെ വർക്ക്ഷോപ്പിൽ നിന്ന് മത്ത് ബേബി ഒന്നും ഭയങ്കര പ്രശ്നമായിരുന്നു. നമ്മുടെ ആശാൻ ആശുപത്രിയില്ല. അയ്യോ ആശാന് വാ, പപ്പയുടെ കേറിക്കോ. നീ ഒരു കാര്യം ചെയ്യ്, നീ വിട്ടോ. ഞാൻ ഈ വണ്ടിയുടെ ഓണർ ഒന്ന് വിളിച്ച് പറഞ്ഞേച്ചേ വന്നേക്കാം. അല്ലെങ്കിൽ ആക്രിക്കാർ വല്ലതും പൊക്കോട്ട് പോകും. ഇനി പൊക്കോ. അയ്യോ അയ്യോ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ലേ എന്റെ ആശാനെ. അയ്യോ എന്നാ പോക്കാ പോയത് ആശാനെ. പപ്പനെന്താ ഇവിടെ? ശരിയാ, പപ്പനാണല്ലോ. പിന്നെ കിടന്ന് കരയുന്നേ? എന്റെ വല്ലൊരു ചത്തോ? അയ്യോ അന്നേ. ഈ നാട്ടിൽ എന്തോരം മാന്യന്മാരുണ്ടായിരുന്നു. അവരുടെ കൈ കൊണ്ട് ചാകാൻ പാടില്ലായിരുന്നു ആശാനെ. അയ്യോ എന്തോ പണി ആശാനെന്നെ പഠിപ്പിച്ചു. പക്ഷെ ചാക്കി വെക്കാൻ മാത്രം ആശാനെന്നെ പഠിപ്പിച്ചില്ല. അയ്യോ അവസാനമായിട്ട് ഈ മുഖം ഒന്ന് ഞാൻ കണ്ടോട്ടെ. ആലായിരുന്നു ആശാന്റെ മുഖം എവിടെയാ? അയ്യോ ആ മുഖം ഒന്ന് കണ്ടിരുന്നെങ്കിൽ 2 തുള്ളി പ്രാണിയെ വായിലേക്ക് ഒഴിച്ചു തരായിരുന്നു. കുഴിയിലേക്ക് എടുക്കുമ്പോ ആശാൻ അതൊരു ആശ്വാസമായാലേ. അയ്യോ അയ്യോ അയ്യോ. ഇനി ആശാന്റെ കെട്ടിയോളെ വർഷവും ഒക്കെ ഞാൻ തന്നെ നോക്കേണ്ട വരുമല്ലോ. ഒരെണ്ണം ആ ചേച്ചി കൂടെ ഇരുന്ന് അടിക്കാനായിട്ട് എനിക്ക് ആരാണോ ഉള്ളത് കൂടെ. ആരാ മരിച്ചത്? എന്റെ ആശാ മരിച്ചു പോയി ആശാനെ. അല്ല, ഏത് ആശാനാ? അപ്പൊ ആശാൻ മരിച്ചില്ലായിരുന്നോ? ഞാനോ? അപ്പൊ ഈ മരിച്ചു കിടക്കുന്ന ആശാൻ ഏതാണ് ആശാനെ? നിന്റെ അമ്മയുടെ നായര്. വർഷോപ്പിൽ പണിയാൻ പറഞ്ഞാ പണിതാ പോരെ. തിരിച്ച് നടക്കണോ?